വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മക്കറോണി കൊണ്ട് നമുക്ക് ബീഫൊക്കെ ഇട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് മക്കറോണി നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാവേ. ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മക്കറോണി ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കണം. വെള്ളം നമ്മൾ കൂടുതൽ എടുക്കുന്ന കുഴപ്പമില്ല കേട്ടോ. മക്രോണിയേക്കാളും കുറച്ച് മുകളിൽ നിൽക്കണം വെള്ളം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പം നമ്മൾ ഈ മക്രോണി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ മക്രോണി നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണേ. ഒരു 10 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തേക്കാളും കുറച്ച് വെള്ളം നമ്മൾ അവസാനം ഊറ്റിക്കളയുന്നതാണ്. ഇപ്പോൾ മക്രോണി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയാവേ. ഈ ഒരു പരുവത്തിൽ വേണം. ആക്ച്വലി ഇത് ഒത്തിരി വെന്ത് പോകാനും പാടില്ല. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്കൊന്ന് ഞെക്ക് കൊള്ളുന്ന വെന്തോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുമല്ലോ. ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് വെന്ത് പോയി കഴിഞ്ഞാൽ തമ്മിൽ അങ്ങ് ഒട്ടി അഴുക്കായി പോവേ. അപ്പോൾ ഒരു നമ്മൾ വേവ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് ഒന്ന് എടുക്കണം. അതിനുശേഷം നമ്മളൊരു 3 സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്, 2 ചെറിയ തക്കാളി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് മല്ലിയില നമ്മൾ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ആ സമയത്ത് നമുക്കൊരു പാൻ വെക്കുക. പാനിനകത്ത് നമ്മളിവിടെ അമൂലിൻ്റെ കുറച്ച് ബട്ടർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ മാത്രമല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഇടുന്നുണ്ട്, ഈ സവോള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ നമ്മൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ ആ ബട്ടറും എണ്ണയും ഒക്കെ ഒഴിച്ചിരുന്നു അതിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം നമുക്ക്. അപ്പോൾ വേണ്ടേ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ട നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട നമ്മൾ അപ്പുറത്തെ സൈഡിൽ നന്നായിട്ട് ഈ മക്രോണി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതൊരു വേവ് ഇതിൻ്റെ കറക്റ്റായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു വേവ് ഇതിന് കറക്റ്റ് നമ്മൾ നോക്കിയെടുക്കണം. അത് ഒത്തിരി വെന്ത് പോകാൻ വേണ്ടി നമ്മൾ നിൽക്കരുത്. ചെറിയൊരു വേവ് ആകുമ്പോൾ തന്നെ നമ്മളിത് ഊറ്റി മാറ്റി വെക്കണേ. ഇൻ കേസ് കുറച്ച് വെന്ത് പോയെങ്കിൽ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടത് വീണ്ടും ഇരുന്ന് ആവിക്ക് വേവാതെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണേ. വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ഈ മക്രോണി വേവാൻ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തമ്മിൽ ഇങ്ങനെ ഒട്ടിയൊന്നും പോകത്തില്ല. ഈ ഒരു കറക്റ്റ് വേവിന് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ വേണ്ട നമ്മുടെ സവോള നന്നായിട്ട് സവോളയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചത് 2 തക്കാളി ഈ സവോളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരുന്ന ബീഫാണ്. അത് നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേ. കാരണം ഇത് എനിക്കൊന്ന് കട്ടിക്ക് ഇങ്ങനെ ഇടുന്നതിലും നല്ലത് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്ത് ചേർത്താൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ ബീഫ് പൊടിച്ച് വെച്ചതും കൂടെ നമുക്ക് ചേർക്കാവേ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴൻ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ ബീഫ് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മീറ്റ് മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീറ്റ് മസാല നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയായിരുന്നേ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 സ്പൂൺ നിറയെ മീറ്റ് മസാല ഇട്ട്, വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ലേ. അപ്പോൾ വേണ്ട നമ്മൾ 1 സ്പൂൺ മീറ്റ് മസാല ഇട്ടു. നമ്മൾ നല്ല അത്യാവശ്യം നമ്മുടെ പച്ചമുളകൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ആ ബീഫ് തക്കാളിയും ആ മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വേണ്ട നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സോസൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. ജസ്റ്റ് തക്കാളി ആ സവോളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് നമ്മളത് വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്ത നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിതിലേക്ക് 1 സ്പൂൺ
റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. എരിവ് കൂടി പോരുത്, അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ളതാണ്. അപ്പം നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടു, മീറ്റ് മസാലയ്ക്കകത്തൊക്കെ ചെറിയ എരിവുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സോയാ സോസാണ് ചേർക്കുന്നത്. അത് നമ്മളൊരു നല്ലൊരു വലിയ ഒരു സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ബീഫ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് മീറ്റ് മസാലയൊക്കെ ഇട്ട് നമ്മൾ എടുക്കുന്നതാണ്. അത് എപ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 2 തക്കാളി കട്ട് ചെയ്ത് വഴറ്റി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ അതിനുള്ള ആവശ്യത്തിനുള്ള നമ്മൾ ചേർത്താൽ മതി. നമ്മളിവിടെ 2-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഓൾറെഡി അതിനകത്ത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വേവിച്ച് നമ്മൾ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാസ്ത അല്ലെങ്കിൽ മക്രോണി എന്ന് പറയുന്നത്, മക്രോണി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു മിക്സിങ്ങിൽ തന്നെ കറക്റ്റ് ആ മസാല നമ്മൾ ആ ബീഫൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന എല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. നമ്മുടെ സോസും എല്ലാം നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മക്രോണിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അതേണ്ടേ നമ്മൾ നല്ല സെറ്റായിട്ട് നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഗോതമ്പാണ് മെയിനായിട്ട്, വീറ്റാണ് കേട്ടോ മക്രോണി എന്നൊക്കെ പറയുന്നത്. വീറ്റ് ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഒരു മെഷീൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുതരം ഉണങ്ങിയ പാസ്തയാണ് ആക്ച്വലി മക്രോണി എന്ന് പറയുന്നത്. അതായത് ഗോതമ്പ് പൊടി നമ്മളൊരു മെഷീൻസൊക്കെ യൂസ് ചെയ്ത് ട്യൂബിലൂടെ കയറ്റി നമ്മൾ അത് ഉണക്കി ഡ്രൈ ആക്കി നമുക്ക് കിട്ടുന്നതാണ് ഈ മക്രോണി എന്ന് പറയുന്ന ഇത്. നമ്മുടെ ഇവിടെയൊക്കെ അത് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, വലിയ റേറ്റൊന്നുമില്ല. ഗോതമ്പിൻ്റെ തന്നെ ഒരു വെറൈറ്റി, എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇതാണ്. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ആ ഒരു ക്ലിപ്പ് എടുക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.